എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വചനങ്ങളിലേക്ക് നമുക്ക് വരാം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകല ജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വ ജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായി നിൻ്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് മുന്നമേ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാക്യങ്ങളിൽ ദൈവം അതെങ്ങനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. 17-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഭൂമിയിലൊക്കെയും ഒരു ജലപ്രളയം വരുത്തും എന്നാണ് ദൈവം പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അതുവരെ ഭൂമിയിൽ ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല. കാരണം മഴയില്ലായിരുന്നു. മഴ ആരംഭിക്കുന്നത് പ്രളയത്തിന് ശേഷമാണ്. ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി കൃഷിഭൂമിയെ നനയ്ക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മഴ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തിൽ പ്രളയമുണ്ടാകും, പ്രളയത്താൽ നശിപ്പിക്കും എന്ന് ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഈ ന്യായവിധിയുടെ പദ്ധതി മാത്രമല്ല, നോഹയുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള പദ്ധതി കൂടി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നോഹയോടും കുടുംബത്തോടും പെട്ടകത്തിൽ കയറണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടിനെ കയറ്റണമെന്ന് പറയുന്നു. അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കണം എന്നും പറയുന്നു. ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് 18-ാമത്തെ വചനത്തിൽ ദൈവം പറയുകയാണ്, നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും എന്നാണ്. നിയമം ചെയ്യും, ഒരു കവനൻ്റ് ദൈവം ചെയ്യുമെന്നുണ്ട്, ഉടമ്പടി ചെയ്യുമെന്നാണ് ആ പ്രസ്താവനയുടെ അർത്ഥം. ദൈവം ചെയ്യുമെന്നാണ്, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് നോഹയോട് പറയുകയാണ്. 9-ാം അധ്യായത്തിലാണ് ദൈവം നോഹയോട് ആ ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്താണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപാടുകളുടെ അടയാളങ്ങളാണ് ഈ ഉടമ്പടികൾ. പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. ഒന്ന്, ദൈവം എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. 2, മനുഷ്യനിൽ നിന്ന് എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഈ 2 കാര്യങ്ങളും മിക്കവാറും ഉടമ്പടികളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ബൈബിളിൽ പ്രധാനപ്പെട്ട 7 ഉടമ്പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 ഉടമ്പടികളിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. അതിനോടനുബന്ധിച്ചാണ് ദൈവം മനുഷ്യനോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നോഹയോട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഇനി ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രാഹമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. പിന്നീട് മോശയിലൂടെ ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതിനെയാണ് വാസ്തവത്തിൽ പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നീട് ദാവീദിനോട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. പിന്നീട് പുതിയ ഉടമ്പടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യുന്നത്. ആ ഉടമ്പടികളിലൂടെയാണ് ദൈവത്തിൻ്റെ പരിപാടികൾ ലോകത്തിന് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഇനി ഈ ഉടമ്പടിയിൽ 2 തരത്തിലുള്ള ഉടമ്പടികൾ കാണാം. ഒന്ന്, യൂണിലാറ്ററൽ ഉടമ്പടികൾ, യൂണിലാറ്ററൽ കവനൻസ്, അല്ലെങ്കിൽ മറ്റൊന്ന് ബൈലാറ്ററൽ കവനൻസ് എന്ന് പറയും. അതായത് ഏകപക്ഷീയമായ ഉടമ്പടിയുണ്ട്, അതുപോലെ ദ്വിപക്ഷീയമായ ഉടമ്പടികളുണ്ട്. ദൈവം മനുഷ്യനോട് ഏകപക്ഷീയമായി ചെയ്യുന്ന ഉടമ്പടി, അബ്രാഹമിക ഉടമ്പടി ഒരു നല്ല ഉദാഹരണമാണ്. നോഹയുടെ ഉടമ്പടിയും ഒരു ഉദാഹരണമാണ്. അപ്പോൾ അബ്രാഹമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയൊരു ജനതയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് 7 വ്യവസ്ഥകൾ പറയുകയാണ്. ആ 7 വ്യവസ്ഥകളിൽ അബ്രാഹമിന് ഇങ്ങോട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല, ദൈവം അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഉടമ്പടികളാണ് ഏകപക്ഷീയ ഉടമ്പടികൾ. ഇനി മോശയിലൂടെ ചെയ്ത സീനായി ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചാൽ അതൊരു ദ്വിപക്ഷീയ ഉടമ്പടിയാണ്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല,
മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരെന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കൂടി ദൈവം പറയുന്നു. അപ്പോൾ രണ്ട് കക്ഷികൾ ചേർന്നാണ് ഉടമ്പടി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ ദൈവം മോശയിലൂടെ എഴുതിച്ച് മോശ അത് ജനത്തെ വായിച്ചു കേൾപ്പിക്കണം. അതിനുശേഷം ജനം പറയുകയാണ്, ഞങ്ങൾ ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിച്ചുകൊള്ളാം എന്ന് പറയുക. അങ്ങനെ രണ്ട് കക്ഷികൾ പരസ്പരം സംബന്ധിച്ച് ഏർപ്പെടുന്ന ഉടമ്പടിയാണ് ഈ ദ്വികക്ഷി ഉടമ്പടി, ദ്വിപക്ഷ ഉടമ്പടി അല്ലെങ്കിൽ ബൈ ലാറ്ററൽ കവനൻറ്റ് എന്ന് പറയുന്നത്. നോഹയോട് ദൈവം ചെയ്യുന്നത് ഏകപക്ഷീയമായ ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇനി നോഹയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവം വെളിപ്പെടുത്തുന്നു. അതിന് 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നാണ്. അതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ദൈവത്തെ അനുസരിക്കാനായിട്ട് നോഹയ്ക്ക് കാരണമായി തീർന്നത് ദൈവത്തെങ്കിലുള്ള നോഹയുടെ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ പറയുന്നു, അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടും തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു എന്നാണ്. വിശ്വാസത്താൽ നോഹ അത് ചെയ്തു എന്നാണ്. കാരണം മഴ പെയ്യുമെന്ന് നോഹയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ മഴയെക്കുറിച്ച് നോഹയ്ക്ക് അറിയില്ല, പ്രളയത്തെക്കുറിച്ച് അറിയില്ല. ഈ പെട്ടകം എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സാധനമാണെന്നാണ് ദൈവം പറയുന്നത്. ഇതൊന്നും നോഹയ്ക്ക് അറിയില്ല, നോഹ കണ്ടിട്ടില്ല ജീവിതത്തിൽ. പക്ഷേ ദൈവം പറഞ്ഞു എന്ന ആ ഒരൊറ്റ കാരണത്താൽ, ദൈവത്തിൻ്റെ വചനത്തെ മുഖവിലക്കെടുത്ത് വിശ്വസിച്ചതുകൊണ്ട് നോഹയ്ക്കും തൻ്റെ കുടുംബത്തിനും ആ പെട്ടകത്തിൽ പ്രവേശിക്കാനും രക്ഷ പ്രാപിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോഹയുടെ അനുസരണത്തിൻ്റെ മുമ്പ് വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന അനുസരണമാണ് നോഹയിൽ നമ്മൾ കാണുന്നത് എന്ന് കാണാം. അപ്പോൾ ദൈവം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്ന നോഹ ഒരു വലിയ മാതൃകയാണ്. ഇന്ന് നമ്മളൊക്കെ അനുസരിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ്, നമ്മളൊക്കെ അനുസരിക്കുന്നവരാണ്. പക്ഷെ അനുസരണം എപ്പോഴും ഈ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന സമ്പൂർണമായ അനുസരണമല്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഭാഗികമായ അനുസരണം മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നുണ്ട്, അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റേതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഭാഗികമായ ഒരു അനുസരണം പല മനുഷ്യരും ചെയ്യാറുണ്ട്. ഇനി വേറെ ചിലർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ അക്ഷരങ്ങളെ മാത്രം അനുസരിക്കാറുണ്ട്. അതായത് ദൈവം എന്തിന് ഈ കൽപ്പന തന്നു, എന്തിന് ഈ പ്രമാണം തന്നു എന്ന അതിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാതെ അതിൻ്റെ വെറും അക്ഷരങ്ങളെ മാത്രം അനുസരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നല്ലൊരു ഉദാഹരണമാണ് കർത്താവിൻ്റെ കാലത്തെ പരീശന്മാർ. അവർ ശബത്ത് ആചരിക്കുന്നവരാണ്, അതനുസരിക്കുന്നവരാണ്, ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ ഈ വള്ളിയും പുള്ളിയുമാണ് അവരനുസരിക്കുന്നത്, അതിൻ്റെ അന്തസ്സത്തെ അവർ പലപ്പോഴും വിട്ടുകളയുന്നവരാണ് എന്നാണ്. അപ്പോൾ പുറമേ ഉള്ള അനുസരണം കൊണ്ട് കാര്യമില്ല. ഇനി മൂന്നാമത് ഒരു തരത്തിലുള്ള അനുസരണമുണ്ട്. ആ അനുസരണം പേടിച്ചിട്ട് അനുസരിക്കുന്നതാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അനുസരിക്കുന്ന അനുസരണമുണ്ട്. പ്രിയമുള്ളവരെ, ഈ 3 തരത്തിലുള്ള അനുസരണവും, പാർഷ്യൽ ഒബീഡിയൻസ്, അതുപോലെ തന്നെ ലെറ്ററിനെ അനുസരിക്കുന്ന അനുസരണം, 3 പേടിയിൽ നിന്നുള്ള അനുസരണം, ഈ 3 അനുസരണമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതികരണമായ അനുസരണമാണ്. നോഹയെ ദൈവം രക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. ദൈവത്തെ നോഹ വിശ്വസിക്കുന്നു. ആ ദൈവത്തോട് സ്നേഹം നോഹയ്ക്കുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി നോഹ ദൈവത്തെ അനുസരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന അനുസരണം, സ്നേഹത്താൽ പൂർണ്ണമാകുന്ന അനുസരണം, ഈ അനുസരണമാണ് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം.